കുറച്ച് ലാഗ് അടുപ്പിച്ചെങ്കിലും ഇതേ ഇവിടെ എത്തി. ഇതും കാലം ഞാൻ റേസഡ് ചെറിയ വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഈ ഒരു വണ്ടി ഓടിക്കുമ്പം ഭയങ്കര സ്മൂത്ത് എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്തായിരുന്നു. ഇത്രയും വെയിറ്റ് വരുന്നില്ല കേട്ടോ. 100 kg താഴേക്കാണ് ഈ വണ്ടി വരുന്നത്. നീ കുറച്ചുകൂടി വലുതാവട്ടെ എന്നിട്ട് തരാം. ഇല്ല എനിക്ക് എത്ര വയസ്സായി കേശിയോ? 12 വയസ്സായിട്ടല്ലോ. 18 വയസ്സാവട്ടെ. My whole life I just wanted someone who would notice me. My whole life I just wanted to be somebody to be. Yeah, I just wanna be great. 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 എൻ്റെ പുതിയ വണ്ടിയുടെ ഡെലിവറി വരുന്നത് യമഹ റേസഡ് R 125 സ്റ്റാൻഡേർഡ് ഡ്രം ബ്ലാക്ക് ആണ് കേട്ടോ വണ്ടി. അങ്ങനെ ഇനി അങ്ങോട്ട് ഇതാണ് എൻ്റെ പുതിയ വണ്ടി. 10 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ച യമഹ റേസഡ് മാറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷോറൂം വന്നിട്ട് തൃശ്ശൂർ കുന്നംകുളത്തുള്ള ഷോറൂമിൽ നിന്നാണ് കേട്ടോ ഞാൻ എൻ്റെ പുതിയ വണ്ടി എടുക്കുന്നത്. മോഡൽ വണ്ടിയുടെ മോഡൽ സ്റ്റാൻഡേർഡ് ഡ്രം ആണ്. പിന്നെ നമുക്ക് ഇത് നമ്മുടെ എന്താ പറയുക സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റമാണ് നമ്മുടെ ഇതിൻ്റെ പറയുന്നത് സിസ്റ്റത്തിൻ്റെ പറഞ്ഞത്. ഇതിങ്ങനെ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ പോയി ഒന്ന് വണ്ടി കഴിഞ്ഞാൽ തന്നെ വണ്ടി നിൽക്കും. ജസ്റ്റ് എക്സൈഡ് കൊടുത്താൽ മതി, വണ്ടി പൊക്കോളും. പിന്നെ സെൻസറാണ് സ്റ്റാൻഡ്. ഓൺ ചെയ്യുന്നത് ഏതാ? ഓൺ ഇങ്ങനെ കിട്ടാൽ മതി. ഓൺ തന്നെ. ആ പിന്നെ സെൻസറാണ് സ്റ്റാൻഡ്. തട്ടിയാൽ തന്നെ വണ്ടി ഓൺ ആവുള്ളൂ. വണ്ടി തട്ടിയാൽ വണ്ടി ഓഫ് ആവുള്ളൂ. കീൽ ഓഫ് ആയിക്കോളൂ. അല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങും. ഇതൊക്കെ തന്നെയുള്ളൂ. ഗ്രില്ല് വെക്കാനായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. 2650 രൂപ. എനിക്കിതില്ല മറ്റേ ടൂൾ കിറ്റ് ഇല്ലേ? ടൂൾ കിറ്റ് നമുക്ക് ഇതിലുണ്ടല്ലോ. ഫസ്റ്റ് എയ്ഡ് ഉണ്ടോ? ആ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. സ്ക്രൂ ഡ്രൈവർ കൂടി പക്ഷെ നമ്പർ തന്നെയായിരുന്നു ഒരു 50 എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. 40 അതാണല്ലേ? അത് മനപ്പാടാക്കി വെച്ചു. മെസ്സേജ് വന്നിട്ട് 5023 ഉണ്ടായിരുന്നേ. തൃശ്ശൂര് ചാവക്കാട് ഇതേ വണ്ടി അശ്വതി CM, അശ്വതി CE. വേറൊന്നും മാറില്ലല്ലോ. പേയ്മെന്റ് ഒന്നും മാറില്ലല്ലോ. ആ നമ്പറാണ് വണ്ടി കൊടുക്കുകയും ചെയ്തു, കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്തു. ഫൈനലി വണ്ടി കിട്ടിയിട്ടുണ്ട്. പോവല്ലേ? സ്ക്വയർ ചെയ്തിട്ടുണ്ടല്ലേ? ഒന്നും ഊരി വെച്ചോളൂ. സ്റ്റാൻഡിൻ്റെ കാര്യം നോക്കിക്കോളും. സെൻസറാണ് നമ്മൾ അറിയാണ്ട്. സെൻസറിൽ സ്റ്റാൻഡ് വണ്ടി ഓഫ് ചെയ്തിട്ട് പോകും. വണ്ടി ഇറങ്ങും. അങ്ങനെ ഫൈനലി എൻ്റെ വണ്ടി ഇതേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എത്തിയിട്ടു. കുറച്ച് ലാഗ് അടുപ്പിച്ചെങ്കിലും ഇതേ ഇവിടെ എത്തി. സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഷോറൂമിൽ കണ്ടപ്പം ഭയങ്കര ഹെവി ആയിട്ട് തോന്നിയായിരുന്നു. പിന്നെ ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ഹെവിനെസ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇത്രയും കാലം ഞാൻ റേസഡ് ചെറിയ വണ്ടി ഓടിച്ചിട്ട് പിന്നെ ഈ ഒരു വണ്ടി ഓടിക്കുമ്പം ഭയങ്കര സ്മൂത്ത് എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്തായിരുന്നു. ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ കുറച്ച് വലിയ സൈസാണ്. കാരണം എയറോക്സിൻ്റെ ഒക്കെ പോലെ തന്നെ എയറോക്സ് ഏകദേശം സെയിം തന്നെ. പക്ഷേ എയറോക്സ് ഇവിടെ കൊണ്ട് കുറച്ചും കൂടിയും സൈസ് ഉണ്ട് കേട്ടോ. പക്ഷേ അത്രയും സൈസ് ഈ ഒരു വണ്ടിക്ക് വരുന്നില്ല. പക്ഷേ എന്നാലും കുറച്ച് ഹെവിയാണ്. സാധാരണ നമ്മൾ ഈ റേസഡ് പോലുള്ള ആ കുഞ്ഞ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് നോക്കുമ്പം ഇത് കുറച്ച് ഹെവി വണ്ടിയാണ്. പക്ഷേ വെയിറ്റ് അത്രയും വെയിറ്റ് വരുന്നില്ല കേട്ടോ. 100 kg താഴേക്കാണ് ഈ വണ്ടി വരുന്നത്. പിന്നെ വണ്ടിയുടെ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ഞാൻ എന്തായാലും വേറൊരു വീഡിയോ ചെയ്യും. എന്തായാലും ഇത് വണ്ടി എത്തി. ഞാൻ പറഞ്ഞിരുന്നു ഈ ഗ്രില്ല് സെറ്റ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് 2650
അത്ര അങ്ങോട്ടാണ് വന്നത് ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ ഇതും ഭയങ്കര വീതിയാണ് കേട്ടോ. ആ ഒരു ഇത്രയും വീതിയോട് കൂടി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ലുക്കല്ലേ. വരുന്ന വഴിയിൽ കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാണ്ടാണ് കേട്ടോ. അതെടുത്തിട്ടാണ് വന്നത്. ഈ മാറ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അത് നന്നായി. അതെന്തായാലും എൻ്റെ റേസ് ഹെഡിൻ്റെ മാറ്റ് ആരും എടുത്ത് കൊണ്ടുപോയായിരുന്നു കേട്ടോ. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് വെച്ച സമയത്ത് ആരും റേസ് ഹെഡിൻ്റെ മാറ്റ് എടുത്ത് കൊണ്ടുപോയായിരുന്നു, ഫുഡ് മാറ്റ്. അപ്പോൾ അതെന്തായാലും എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്തായാലും എൻ്റെ വണ്ടി ഇത് ഇവിടെ എത്തി. ഇനി എന്തായാലും ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് പൂജിക്കണം. ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഈവനിങ് ടൈമിൽ പോയിട്ട് വണ്ടി ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് പൂജിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? രസമുണ്ട്. ഞാൻ ഇവിടൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹെവി പോലെ, പക്ഷെ ഓടിക്കുമ്പോൾ ഇല്ലില്ല, ഓടിക്കുമ്പോൾ സുഖമാണ്. അങ്ങനെയല്ല, സ്റ്റാൻഡ് തട്ടിയാലും സ്റ്റാർട്ട് ആവുള്ളൂ. വിളിച്ചാ പുതിയ സിസ്റ്റം സ്റ്റാൻഡ് തട്ടിയാലും സ്റ്റാർട്ട് ആവുള്ളൂ. മതി മതി, ഇരുന്നോക്കാം. എടാ നീ കുറച്ചുകൂടി വലുതാവട്ടെ കേട്ടാ, നീ കുറച്ചുകൂടി വലുതാവട്ടെ എന്നിട്ട് തരാം. ഇല്ലല്ല, എനിക്ക് എത്ര വയസ്സായി കേശോ? 12 വയസ്സായിട്ടുള്ളോ? 18 വയസ്സാവട്ടെ കേട്ടാ. ഓണാണ്. നിസപ്പൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എവിടെ തട്ടി വീഴരുത്. വണ്ടി പൂജിക്കാനായിട്ട് വന്നേക്കണം കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഫോൺ നമ്പർ 9744. നമ്മൾ ചീട്ട് എടുത്തു കേട്ടോ. ഇത് 2 വീലറിന് 150 രൂപ കേട്ടോ. ഇപ്പോൾ വൈകിട്ട് ഒരു 5 മണിയായിട്ട് കേട്ടോ സമയം. വൈകിട്ട് 5 മണിക്കാണ് ഇവർ തുടങ്ങുള്ളൂ. ചാവി കഴിഞ്ഞില്ലേ? അങ്ങനെ ഞാൻ എറണാകുളത്ത് പോവാണ് കേട്ടോ. രാവിലെ ഒരു 6 മണിയായിട്ടുണ്ട്. അവിടെ ലഗേജൊക്കെ സാധനങ്ങളൊക്കെ
ഈ ഒരു ബാഗിലുണ്ട്, പിന്നെ ഇതിലുണ്ട്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ചാവക്കാട് എത്തിയിട്ടുണ്ട്. ചാവക്കാട് ബസ് സ്റ്റാൻഡാട്ടോ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 2.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ടാവും. എനിക്ക് വണ്ടീനെ പറ്റി പറയാൻ വാക്കുകളില്ല കേട്ടോ. അത്രയും സ്മൂത്ത്, എന്താ പറയുക, ഞാൻ ഇത്രയും കാലം ആ ചെറിയൊരു വണ്ടി ഓടിച്ചിട്ട് എനിക്ക് അതിനേക്കാൾ കംഫർട്ടബിളായിട്ട് തോന്നുന്നൊരു വണ്ടി കേട്ടോ. എനിക്ക് വെയിറ്റില്ല, കാണുമ്പോൾ നമുക്ക് വലിയ വെയിറ്റ് ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഹെവി വണ്ടിയാന്ന് തോന്നും. എൻ്റെ അമ്മ വണ്ടി കണ്ടപ്പോൾ ഇത് വലിയൊരു ജാമ്പവാൻ്റെ വണ്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇല്ല, അത് വെയിറ്റ് കുറവാണ്, അത്ര വെയിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയ അവർക്ക് തന്നെ പേടിയായി, ഇത്രയും വലിയ വണ്ടി എങ്ങനെ നീ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ എനിക്കിത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ഇടാം. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വലിയ വണ്ടീനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും അറിയില്ല. അത്യാവശ്യം എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ വണ്ടിയുടെ ഒരു റിവ്യൂ ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇനിയിപ്പം 2.5 മണിക്കൂറൊക്കെ ഡ്രൈവ് ഉണ്ടാവും. ബൈ ബൈ.